നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് അറിയാനോ പഠിക്കാനോ തയ്യാറാവാത്ത ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗവർണറും മുഖ്യമന്ത്രിയും അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നും സതീശൻ. കൂത്തുപറമ്പിൽ കടന്നൽ കുത്തേറ്റ് സ്ത്രീ മരിച്ചത് തുക്കിലങ്ങാടി പുതുക്കുടി CM മാലതി. രാജ്യത്ത് വെറുപ്പ് പടർത്തി അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ടിസ്ത സെൽവാദ്. KE ഗംഗാധരൻ സ്മാരക പുരസ്കാരം ടിസ്ത ഏറ്റുവാങ്ങി. മുൻമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണം ഡിസംബർ 18 മുതൽ ജനുവരി 17 വരെ. തിങ്കളാഴ്ച സ്മൃതിമണ്ഡപത്തിൽ പ്രമുഖ സോഷ്യലിസ്റ്റ് എബ്രഹാം മാനുവൽ ജ്യോതി തെളിയിക്കും. വാർത്തകൾ വിശദമായി. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് പഠിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാവാത്ത ഗവൺമെന്റാണ് നമ്മുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗവർണറും മുഖ്യമന്ത്രിയും അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ആൾക്കാരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനായി പോകുന്നത്. എന്നാൽ ഇവിടെ പല കോളേജുകളിലും വ്യത്യസ്ത കോഴ്സുകളിലായി നിരവധി സീറ്റുകൾ ഒഴിവുണ്ട്. ആൾക്കാരില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ ഭരണപക്ഷം ഇതുവരെ വായ തുറന്നിട്ടില്ല എന്നു മാത്രമല്ല, അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ ഉള്ളതിനേക്കാൾ ഉത്തമമായ പഠന സാഹചര്യമാണ് മറ്റ് രാജ്യങ്ങളിലുള്ളതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇടപെടുന്നതല്ലേ. അവിടെ നമുക്കറിയില്ല പ്രോ ചാൻസലർക്ക് എന്ത് പോരേണ്ടത്. UGC റെഗുലേഷൻസ് വളരെ ക്ലിയർ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവര് നിയമവിരുദ്ധമായ കാര്യം ഗവർണറോട് പറഞ്ഞു, ഗവർണർ നിയമവിരുദ്ധമായ ആ കാര്യം ചെയ്യും. രണ്ടുപേരും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് നമ്മളന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് തന്നെയല്ലേ ഇവര് കൊടുത്ത കേസിൽ സുപ്രീം കോടതി വിധി 1, 2, 3, 4. ചാൻസലർ ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് നിയമവിരുദ്ധമായതെന്നാണ് കോടതി പറയുന്നത് അല്ലേ. എന്തുകൊണ്ട് നിയമവിരുദ്ധമായി? പ്രോ ചാൻസലർ എഴുതിയ 2 കത്തുകളാണ് ആ അപ്പോയിന്റ്മെന്റിനെ നിയമവിരുദ്ധമാക്കി മാറ്റിയത്. നമ്മൾ പറഞ്ഞ പോയിന്റ്, അധികാരമില്ലാത്ത കാര്യത്തിൽ സെലക്ഷൻ പ്രോസസ് റദ്ദ് ചെയ്യാൻ പറയാൻ എന്താ അധികാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്? രണ്ടാമത് അപ്പോയിന്റ്മെന്റ് നടത്തണം എന്ന് പറയാനുള്ള അധികാരം അവർക്കില്ല. അവരുടെ ഇടപെടലും അവരുടെ ഇന്റർവെൻഷൻ, അതാണ് അൺവാറന്റഡ് ഇന്റർവെൻഷൻ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ പ്രോ ചാൻസലർ. ആർ. അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രേമചന്ദ്രൻ കീഴോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, റോണി ജോർജ്, A. എബ്രഹാം, ജയൻ ചാലിൽ, ഷിനോ P. ജോസ് എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പിൽ കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. തുക്കിലങ്ങാടി പാലായി പുതുക്കുടി ഹൌസിൽ CM മാലതിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച വീട്ടുപറമ്പിൽ നിന്നാണ് മാലതിക്ക് കടന്നലിന്റെ കുത്തേൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയിലാണ് മരണം സംഭവിച്ചത്. പുതുക്കുടി വത്സന്റെ ഭാര്യയാണ്. വരുൺ, ജ്യോതിൻ എന്നിവർ മക്കളും അതുല്യ, ശ്രേയ എന്നിവർ മരുമക്കളുമാണ്. രാജ്യത്ത് വെറുപ്പ് പടർത്തി അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ടിസ്ത സെൽവാദ്. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ആസാമിലെ ജനങ്ങളെയാകെ അസ്ഥിരപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും അഡ്വക്കേറ്റ് KE ഗംഗാധരൻ മെമ്മോറിയൽ ട്രസ്റ്റും ഏർപ്പെടുത്തിയ പുരസ്കാരം തലശ്ശേരിയിൽ ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു ടിസ്ത. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനും അഡ്വക്കേറ്റ് KE ഗംഗാധരൻ മെമ്മോറിയൽ ട്രസ്റ്റും ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ടിസ്ത സെൽവാദിന് പുരസ്കാരം കൈമാറി. ഭൂരിഭാഗ വർഗീയത ഉയർത്തി പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ ക്രൂശിക്കുകയാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ നാളുകളാണ് കഴിഞ്ഞ 9 വർഷം നടന്നതെന്നും ടിസ്ത സെൽവാദ് പറഞ്ഞു. ഭൂസമരങ്ങളിലൂടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയും ഉയർന്നു വന്ന കേരളത്തിലെ ജനങ്ങളെ മതങ്ങളുടെ പേരിൽ വേർതിരിക്കാനാവില്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. Which makes independent media houses virtually non-existent. Kerala experiences it, every state experiences it. The electronic media channels have become weapons
of this government. So how do we battle this? How do we counter this? The experience of my organization, Citizens for Justice and Peace, which is close to 22 years old, yes, proudly began in the state of Gujarat after the carnage of 2002, where we fought 68 cases and managed to get 174 convictions, and even 24 of which were life imprisonment. We do not believe in the death penalty. But now, for the last 10 years, we believe that we needed to take our experience which arose out of that entire experiment and work in other areas, build up local teams. So today my organization is working in Eastern Uttar Pradesh, all over India on the question of hate and the question of citizenship in Assam. ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനോദ് കുമാർ ചമ്പളൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സുധ അഴീക്കോടൻ, സുജിത് മോഹനൻ, BP ശശീന്ദ്രൻ, K അജിത് കുമാർ, പ്രീതി പറമ്പത്ത്, GP ഗോപാലകൃഷ്ണൻ, KV രൂപേഷ് എന്നിവർ സംസാരിച്ചു. ഓട്ടോ തൊഴിലാളികൾ തമ്മിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായതിനെ തുടർന്ന് തലശ്ശേരിയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു. തലശ്ശേരി ചെയർപേഴ്സൺ KM ജമുന റാണിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പാർക്കിംഗ് സംബന്ധിച്ച് തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ മുൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം RTO എൻഫോഴ്സ്മെന്റ് നടത്തുന്ന പരിശോധന വേഗത്തിലാക്കാനും പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് ട്രാഫിക് കമ്മിറ്റി ചേർന്ന് പുതിയ TMC നമ്പറിനുള്ള അപേക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനും തീരുമാനിച്ചു. ഇതുവരെ അനുവദിച്ച 2700 TMC നമ്പറുകളിൽ 750ഓളം വണ്ടികളുടെ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി വണ്ടികളുടെ പരിശോധന 2 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ്. പരിശോധന പൂർത്തീകരിച്ച് പുതിയ TMC നമ്പർ അനുവദിക്കുന്നതുവരെ നിലവിലുള്ള രീതി തുടരും. TMC നമ്പർ ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ നഗരത്തിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. അവർക്ക് പട്ടണത്തിൽ കൂടി ഓടാവുന്നതും ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരാവുന്നതുമാണ്. എന്നാൽ പട്ടണത്തിൽ പാർക്ക് ചെയ്യാനോ ആളുകളെ കയറ്റാനോ പാടില്ല. കൂടാതെ രാത്രി 10 മണിക്ക് ശേഷം തലശ്ശേരിയിലോടുന്ന മുഴുവൻ ഓട്ടോകളും നിർബന്ധമായും ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ വാഴയിൽ ശശി, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, CI ബിജു ആന്റണി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, MVI PK സജീഷ് ഉൾപ്പെടെയുള്ള RTO ഉദ്യോഗസ്ഥന്മാർ, TP ശ്രീധരൻ, പുണ്യകൃഷ്ണൻ, P ജനാർദ്ദനൻ, PP ജയരാമൻ ഉൾപ്പെടെയുള്ള വിവിധ യൂണിയൻ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. മുൻ മന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണം ഡിസംബർ 18 മുതൽ ജനുവരി 17 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഡിസംബർ 18 രാവിലെ 9 മണിക്ക് പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പ്രമുഖ സോഷ്യലിസ്റ്റും പ്രഭാഷകനുമായ എബ്രഹാം മാനുവൽ ജ്യോതി തെളിയിക്കുന്നതോടെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഖാവ് PR-ന്റെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ചരമവാർഷികാചരണ പരിപാടികൾ ഡിസംബർ 18 പുത്തൂരിൽ തുടക്കം കുറിക്കുകയാണ്. PR-ന്റെ 23ാമത് ചരമവാർഷികാചരണമാണ് ഈ വർഷം 1 മാസക്കാലം നീളുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ കൂടി സംഘടിപ്പിക്കുന്നത്. 18-ാം തീയതി പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതിനുശേഷം സ്മൃതി ജ്യോതി തെളിയിക്കലും നടക്കും. രാവിലെ 9:30 പ്രമുഖനായ സോഷ്യലിസ്റ്റ് അബ്രഹാം മാനുവലാണ് ഇത്തവണ സ്മൃതി ജ്യോതി തെളിയിക്കുന്നത്. അതിനുശേഷം പുത്തൂരിൽ നടക്കുന്ന സഖാക്കൾ PR അരങ്ങിൽ ശ്രീധരൻ, K കുഞ്ഞിരാമക്കുറുപ്പ്, K ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. PR-ന്റെ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനവും നടക്കും. PR കുറുപ്പ് അരങ്ങിൽ ശ്രീധരൻ, K കുഞ്ഞിരാമക്കുറുപ്പ്, ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം RJD സംസ്ഥാന സെക്രട്ടറി EP ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 18-ന് മണ്ഡലത്തിലെ 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രഭാതപേരി മുഴക്കി പതാക ദിനമായി ആചരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. PR കുറുപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് മണ്ഡലത്തിലെ 100 കേന്ദ്രങ്ങളിൽ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കും. ഡിസംബർ 26-ന് PR സ്മാരക സ്വർണ്ണ മെഡലിനായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം
പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടത്തും. പ്രശസ്ത ചിത്രകാരിയും നർത്തകിയുമായ വരനടനം ഗ്രാൻഡ് മാസ്റ്റർ ലീജ ദിനൂബ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 30, 31 തീയതികളിലായി ബാലരംഗം കലാസാഹിത്യമേള നടത്തും. വിദ്യാർത്ഥി, യുവജന, തൊഴിലാളി സംഗമങ്ങളും നിശ ക്യാമ്പുകളും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. PR-ന്റെ 23ാം ചരമവാർഷിക ദിനമായ ജനുവരി 17-ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് 3-ന് പുത്തൂരിൽ മഹിളാസംഗമവും കുന്നോത്തുപറമ്പിൽ അനുസ്മരണ പൊതുസമ്മേളനവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ N. ധനഞ്ജയൻ, ജനറൽ കൺവീനർ P. ദിനേശൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ കരുവാങ്കണ്ടി ബാലൻ, കൺവീനർ ജയചന്ദ്രൻ കരിയാട്, രവീന്ദ്രൻ കുന്നോത്ത്, TP അനന്തൻ മാസ്റ്റർ, CKB തിലകൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡ് ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ പ്രക്ഷോഭവുമായി ടാക്സി തൊഴിലാളികൾ രംഗത്ത്. സമരസമിതി രൂപീകരിച്ച് നഗരസഭയുടെ നീക്കത്തെ ചെറുക്കാനുള്ള നീക്കത്തിലാണ് ടാക്സി തൊഴിലാളികൾ. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡ് ഒഴിവാക്കി തൽസ്ഥാനത്ത് അത്യാധുനിക സൗകര്യത്തോടുകൂടി കെട്ടിടം നിർമ്മിച്ച് പേ പാർക്കിംഗ് കേന്ദ്രമാക്കാനാണ് തലശ്ശേരി നഗരസഭ ലക്ഷ്യമിടുന്നത്. 8 നിലയുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് നീക്കം. ടാക്സി ഡ്രൈവർമാർക്ക് പകരം സംവിധാനവും ഒരുക്കിയിട്ടില്ല. 50 മുതൽ 30 വർഷത്തോളം ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഇവിടെയുണ്ട്. നഗരസഭയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാർ രംഗത്തിറങ്ങി. 50 വർഷത്തോളമായി ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ടാക്സി സ്റ്റാൻഡ് മാറ്റാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ടാക്സി ഡ്രൈവർമാർ. തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ സംസ്ഥാന കൺവീനർ E. മനീഷ് പറഞ്ഞു. നിലപാട് ഒരു തൊഴിലാളിയുടെ വേദന അറിയാത്തവർ, ഇന്ന് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ന് ജോലി തന്നെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് ജോലി ചെയ്തോ എന്ന് പറയുന്ന നിലയിലേക്ക് തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മുനിസിപ്പാലിറ്റി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ടാക്സി സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കേണ്ട ബാധ്യത മുനിസിപ്പാലിറ്റിക്കാണ്, ടാക്സി തൊഴിലാളികൾ സംരക്ഷിക്കേണ്ട ബാധ്യത മുനിസിപ്പാലിറ്റിക്കാണ്. അതുപോലും നിർവഹിക്കപ്പെടാതെ ഉള്ള നിലപാടാണ് മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുമാത്രമാണോ, ഇതിനെപ്പറ്റി തൊഴിലാളികൾ അറിയുന്നില്ല. അതുമാത്രം തന്നെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി ഈ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിയമങ്ങൾ കട്ടിപ്പെടുത്തിക്കൊണ്ട് ധാർഷ്ട്യത്തോടുകൂടി ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചാൽ എന്തും നടപ്പിലാക്കാൻ കഴിയുമെന്നാൽ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇവിടെ തലശ്ശേരിയിലുള്ള ഇന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കപ്പെട്ടത്. മുൻപും സമാനമായ സാഹചര്യം സംജാതമായപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ടാക്സി സ്റ്റാൻഡ് നിലനിർത്താൻ ഡ്രൈവർമാർ അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച തീർത്ത അനൂപ് സത്യപ്രതിജ്ഞ ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചൊക്ലി ഡിവിഷനിൽ നിന്നാണ് തീർത്ത തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തീർത്ത അനൂപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ CC ജോഷി, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ KP സന്തോഷ് കുമാർ, BDO TC തോമസ്, CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവരടക്കം ഒട്ടേറെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലത്ത് നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ നിർമ്മാണം പുതുവർഷാരംഭത്തിൽ പൂർത്തിയാകും. നിർമ്മാണത്തിന്റെ 90% പണി പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിലുള്ള തോടിന് സമാന്തരമായി 90 മീറ്ററും തുടർന്ന് കടലിലേക്ക് 160 മീറ്ററുമായി ആകെ 250 മീറ്റർ നീളത്തിൽ കരിങ്കൽ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പയ്യാമ്പലം തീരപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കടൽ വെള്ളം കയറുന്നതിന് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുലിമൂട്ട് നിർമ്മാണം ആരംഭിച്ചത്. കോർപ്പറേഷനിലെ പഞ്ഞിക്കയിൽ, ചാലാട്, പള്ളിയാമൂല എന്നീ ഡിവിഷനുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം സുഗമമായി കടലിലേക്ക് ഒഴുക്കാതെയും വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നും തിരിച്ചൊഴുക്കാതെയും
കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് പഠനത്തോടിന്റെ അഴിമുഖത്ത് പുലിമൂട്ട് നിർമ്മിക്കുന്നത്. മഴക്കാലത്ത് തീരമേഖലയിൽ വെള്ളം നിറയുകയും ഉപ്പുവെള്ളം കയറുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പുലിമൂട്ട് പൂർത്തിയാകുന്നതോടെ പരിഹാരമാകും. അമൃത് 1ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയോളം ചെലവഴിച്ചാണ് പുലിമൂട്ട് നിർമ്മിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി. പദ്ധതിയുടെ പുരോഗതി മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും സന്ദർശിച്ച് വിലയിരുത്തി. ജനുവരി ആദ്യത്തോടെ പണി പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് മേയർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. മാഹി മലയാള കലാഗ്രാമത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 20 മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ഫോൺ 0490233291 7907361149 944764. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. മുസ്ലിം സർവീസ് സൊസൈറ്റി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സ്ത്രീധന ആഭാസ ആർഭാട വിവാഹത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. പാനൂർ ഇഖ്ര ഖുർആൻ കോളേജ് അങ്കണത്തിലാണ് പ്രതിജ്ഞ നടന്നത്. വനിതാ വിംഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV റംല ടീച്ചർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ യൂണിറ്റുകളിൽ നിന്നുമെത്തിയ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വനിതാ അംഗങ്ങളുടെ വീടുകളിൽ ഇനി മുതൽ ആർഭാട ആഭാസ വിവാഹങ്ങളോ ചടങ്ങുകളോ നടത്തുകയില്ലെന്ന് ഇവർ പ്രതിജ്ഞയെടുത്തു. പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വിവാഹമെന്ന്
എനിക്കറിയാം. വിവാഹ കർമ്മങ്ങൾ തികച്ചും ഞാൻ വിശ്വസിക്കുന്ന മതപരമായ എന്നാൽ ഈ പുണ്യകർമ്മത്തെ നമ്മുടെ സമൂഹം ഇന്ന് വളരെ ആഭാസകരമായ രീതിയിലാണ് ആഘോഷിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ശ്രേഷ്ഠകരമായ വിവാഹകർമ്മത്തെയും അതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളെയും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യില്ല. വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടികളോട് മാന്യമായി പെരുമാറുമെന്നും വനിതകൾ ദൈവത്തെ സാക്ഷി നിർത്തി പ്രതിജ്ഞയെടുത്തു. PP സുലൈമാൻ ഹാജി, ഡോക്ടർ AP ഷമീർ, അബ്ദുള്ള മാസ്റ്റർ പുത്തൂർ, PK മുസ്തഫ മാസ്റ്റർ, KK ഹഫ്സ ടീച്ചർ, K ഷമീമ, PT റാബിയ, K റജീന, PP സൈനബ, K ഷമീമ ടീച്ചർ, ഷബാന, K സഹല, CH ജസീല തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ PP സുലൈമാൻ ഹാജിയെ ആദരിച്ചു. ഖുറാൻ വെളിച്ചം പരിപാടിയിൽ ഒന്നാം സ്ഥാനം നേടിയ കല്ലിക്കണ്ടി യൂണിറ്റ് അംഗം M ജസീറിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മൺമറഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ട കായികാധ്യാപികയ്ക്ക് വ്യത്യസ്തമായ ആദരമൊരുക്കി ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിലെ 1989-96 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. ടീച്ചറുടെ ഓർമ്മയ്ക്കായി സ്കൂളിൽ ഹെൽത്ത് ക്ലിനിക് നിർമ്മിച്ചാണ് ഇവർ വ്യത്യസ്തരാവുന്നത്. ഡിസംബർ 17-ന് സ്കൂളിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കെട്ടിടം സ്കൂളിന് സമർപ്പിക്കും. ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 1989-96 കാലയളവിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് അന്നത്തെ കായിക അധ്യാപികയായിരുന്ന ജെസ്സി ടീച്ചറുടെ ഓർമ്മയ്ക്കായി 18 ലക്ഷം രൂപ ചിലവിൽ കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാലയത്തിലെ 3ാമത്തെ ബാച്ചാണിത്. ഞായറാഴ്ച വിദ്യാലയത്തിൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കെട്ടിടം സ്കൂളിന് സമർപ്പിക്കും. വിരമിച്ച പ്രിൻസിപ്പൽ V രാമകൃഷ്ണയ്യ ഉദ്ഘാടനം നിർവഹിക്കും. ആഴ്ചയിൽ 6 ദിവസം 1 മണിക്കൂർ വീതം ഡോക്ടറുടെയും നഴ്സിൻ്റെയും സേവനം ലഭിക്കും. പരിശോധനാ മുറിക്കൊപ്പം വിശ്രമ മുറിയും ഒരുക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. ജവഹർ നവോദയ വിദ്യാലയ കണ്ണൂരിലെ 3ാം ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമ്മൾ ആലംനി മീറ്റാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും മഹത്തരമായ ഒരു സംരംഭത്തിനാണ് നമ്മൾ തിരികൊളുത്തുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികളായ നമ്മൾ നവോദയ സ്കൂളിന് വേണ്ടി ഒരു ഹെൽത്ത് ക്ലിനിക്ക് നമ്മുടെ മുന്നേ ഇവിടെ ഉണ്ടായ ടീച്ചറിൻ്റെ ഓർമ്മക്കായി, പ്രിയപ്പെട്ട ജെസ്സി ടീച്ചറിൻ്റെ ഓർമ്മക്കായി ഒരു ഹെൽത്ത് ക്ലിനിക്കാണ് നമ്മളിവിടെ നിർമ്മിച്ച് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടീച്ചറിൻ്റെ ഒരു വെങ്കല പ്രതിമയും അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ക്ലിനിക്കിൽ മറ്റ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇവിടെ ചെയ്യുകയാണ് നമ്മൾ. വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്ക് ഒരു റെസ്റ്റ് റൂമും അതേപോലെ പെൺകുട്ടിക്ക് ഒരു റെസ്റ്റ് റൂമും അതേപോലെ തന്നെ ഒരു എക്സാമിനേഷൻ റൂമും ഒരു വെയിറ്റിംഗ് ലോഞ്ചും വരാന്തയും അടക്കമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ വരികയും ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവുകയും അതേസമയം തന്നെ നവോദയയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ഫുൾ ടൈം ഇവിടെ ഒരു നഴ്സിൻ്റെ സേവനം ഉണ്ടാവുകയും ചെയ്യും. 2 ക്ലാസുകളിലായി 80 പേരാണ് ഉണ്ടായിരുന്നത്. കുറേ പേർ വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലുമാണുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയുള്ള ഒത്തുചേരലിൽ പ്രിൻസിപ്പൽമാരായും അധ്യാപകരായും വിരമിച്ച 20 പേരെയും 4 അധ്യാപകേതര ജീവനക്കാരെയും ആദരിക്കും. ജെസ്സി ടീച്ചറുടെ വെങ്കല പ്രതിമയും ഞായറാഴ്ച അനാവരണം ചെയ്യും. അന്നത്തെ ചിത്രകലാധ്യാപകൻ ജോസിൻ്റെ ചിത്ര പ്രദർശനം, 9 വർഷത്തെ ഓർമ്മകൾ അയവിറക്കുന്ന 7 years എന്ന പുസ്തകം പരിചയപ്പെടുത്തൽ, ചിത്ര അയ്യരുടെ ഗാനമേള എന്നീ പരിപാടികളും ഉണ്ടാകും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ ചെയർപേഴ്സൺ V സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രം പഠിച്ചവർക്കറിയാം എന്തായിരുന്നു പഴയ കാലം. നമ്മുടെ കേരളത്തിന്റെ തന്നെ സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തെക്കുറിച്ച്, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് കേരളം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ദൃഷ്ടിയിൽ പെട്ടാൽ പോലും ദോഷമായി ഭവിച്ച് അത് താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന ആളുകൾ കണ്ണു മുന്നിൽ കണ്ടുപോയാൽ പോയി 9 തവണ മുങ്ങി കുളിക്കുന്ന വരേണ്യവർഗം, സവർണ വിഭാഗം, അത് കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യമാണെന്നും ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു.
അപ്പൊ ശാസ്ത്രബോധം വളർന്നതോടുകൂടിയാണ്, വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത ആ ഒരു ബോധതലം വളർന്നതോടുകൂടിയാണ് അതിനൊക്കെയും മാറ്റം വന്നിട്ടുള്ളത് നമുക്കറിയാം. പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഗ്രാമശാസ്ത്ര ജാഥ സംഘടിപ്പിച്ചത്. 4 സംസ്ഥാന സെമിനാറുകൾ, 150 ജില്ലാ സെമിനാറുകൾ, പഠന പ്രവർത്തനങ്ങൾ എന്നിവ ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്നു വരികയാണ്. ജില്ലാ വികസന സമിതി കൺവീനർ ജയപ്രകാശ് പന്തക്ക അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. PK പ്രകാശൻ, K ശാന്തമ്മ, PK ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് R സതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഫിലിം ക്ലബ് രൂപീകരണവും സിനിമാ നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ചലച്ചിത്ര സംവിധായകൻ T ദീപേഷ് ഉദ്ഘാടനം ചെയ്തു. ഭാഗങ്ങൾ ചേർത്ത് ഒന്നാക്കി മാറ്റുന്നതിനെ എഡിറ്റിംഗ് എന്ന് പറയുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തു വെക്കുന്നതിനെ എഡിറ്റിംഗ് എന്ന് പറയുന്നു. ഇപ്പൊ 3 എഡിറ്റിംഗ് ആയി. ഇനി അടുത്തത് പറഞ്ഞോ. വരാൻ ഞാൻ നല്ലൊരു കാര്യം പറയട്ടെ. ആവശ്യമില്ലാത്തത് ഞാൻ ഒഴിവാക്കുന്നതിന് എന്ത് പറയും? കട്ടിയല്ല, അതിനെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൂടെ? യെസ്. പക്ഷേ ഒരു സിനിമ ജനിക്കുന്നത് എവിടെയാണ്? ഡയറക്ടർ മനസ്സിലാണ്. പക്ഷെ ആ ജനിച്ച സിനിമയുടെ ആദ്യ പ്രഗ്നന്റ് ഒക്കെ ആയാല് സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫിലിം പോലത്തെ സാധനം കിട്ടില്ലേ? അത് പൂർണ്ണത ആയിരിക്കില്ല. നല്ല കണ്ണുള്ള കുട്ടിയാണോ, മോശം കണ്ണുള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ മൂക്കുണ്ടോ, വായി കരട്ടാണോ ഒന്നും പറയാൻ പറ്റാത്ത, ആണോ പെണ്ണോ എന്ന് മനസ്സിലാവുന്ന ഒരു സാധനം കിട്ടുമല്ലോ. മക്കളോടല്ല, കുറച്ച് മേലുള്ളവരോട് പറയാണ്. അങ്ങനെ നമ്മളുടെ എഡിറ്റിംഗ് ടാബിളിൽ ജനിക്കുന്ന ആദ്യത്തെ രൂപം അതായിരിക്കും. മനസ്സിലായില്ല? മക്കൾ എഴുതി വെച്ചൊരു സാധനം മക്കള് കാണുന്നത് പൂർണ്ണതയിലല്ലാതെ എങ്കിലും ഒരു 60% ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ കാണുന്നത് എവിടെയായിരിക്കും? മനസ്സിൽ കണ്ടതിനെ യഥാർത്ഥത്തിൽ കാണുന്നത് എവിടെയായിരിക്കും? എഡിറ്റിംഗ് ടാബിളിന് മുമ്പിലുള്ള സ്ക്രീനിലായിരിക്കും. മനസ്സിലായോ? പഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ അധ്യക്ഷനായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T ഹരിദാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സുരേന്ദ്രൻ, വാർഡംഗം K മോഹൻകുമാർ, ചിത്രകാരൻ അനിരുദ്ധൻ എട്ടിവീട്ടിൽ എന്നിവർ സംസാരിച്ചു. പന്ന്യന്നൂർ സെഞ്ചർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ K പ്രദീപ് കുമാർ സ്വാഗതവും വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ K സുനിത നന്ദിയും പറഞ്ഞു. സെന്റർ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇക്ര കോളേജ് കോൺഫറൻസ് ഹാളിലാണ് പരിശീലനം നടന്നത്. നിരവധി പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ, തൊഴിൽ, സാമൂഹ്യ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ HRD വിഭാഗത്തിന്റെ ഏകദിന പരിശീലന പരിപാടിയായ സിൻഡക്ഷൻ ക്യാമ്പ് ഡോക്ടർ പുത്തൂർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാരണം പുതിയ ധാരാളം പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രാദേശികമായിട്ട് തന്നെയുള്ള എഴുത്തുകാരുടെ ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പോൾ പാനൂർ മേഖലയിലെ സാഹിത്യ രംഗത്തുള്ള ആളുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് ആളുകൾ പുതുതായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സദസ്സിൽ തന്നെ നമ്മൾ ശംസീർ ഇരിക്കുന്നുണ്ട്, ചെറുവാഞ്ചേരിക്കാരൻ. അപ്പോൾ എഴുതുന്ന ഒരുപാട് ആളുകൾ പുതിയ വളർന്നു വരുന്നുണ്ട്, പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വായന മരിക്കുന്നില്ല, പക്ഷെ വായിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങുന്നു. പുതിയ തലമുറയിൽ വിശേഷിച്ച് പ്രായമായിട്ട് വായിക്കുന്ന ആളുകളുണ്ടാകും, പുതിയ തലമുറയിൽ വിശേഷിച്ചും വായിക്കുന്ന ആളുകളാണ് ചുരുങ്ങുന്നത്. അപ്പം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആദ്യം എനിക്ക് തോന്നുന്നത് ധാരാളമായി വായിക്കുന്ന ഒരു തലമുറ നമ്മൾ, എന്നിട്ട് പുതിയ പുസ്തകങ്ങൾ, അവർക്ക് ജേർണലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IPS, IAS, IFS, IRS മേഖലകളിലേക്കൊക്കെ ആളുകളെ തിരിച്ചുവിടുന്നതിന് അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാകും. സിജി പാനൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KV റംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള പുത്തൂർ, സമീർ കല്ലിക്കണ്ടി എന്നിവർ സംസാരിച്ചു. സിജി ട്രെയിനർമാരായ മൊയ്തു പാറേമൽ, റമീസ് പാറാൽ, മുഹമ്മദ് കട്ടിൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പള്ളൂർ നോർത്ത് ഗവൺമെന്റ് LP സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ പതാക ഉയർത്തി. വിശിഷ്ടാതിഥികളായ അഭിമാന താരങ്ങൾ
Diya Girish, under-19 cricket team captain. Gauri Nanda S, under-19 cricket team player. മൂവരാലും ദീപശിഖ ഇവിടെ കൊളുത്തപ്പെടുകയാണ്. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ കായികമേള ഉദ്ഘാടനം ചെയ്തു. Because these are the things we can learn from sports. It's good for health as well. You can do as good teamwork, and it's ultimately linked with the brain intelligence. So you have to enjoy the sports always. And you want to choose as a career, then it's your choice, it's your capability and your interest. You can choose career also, because sports also very good career, but for that you have to be very strong, because not easy, very tough competition. And but I used to say that മാഹി ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദിയ ഗിരീഷ്, കേരള ടീം പ്ലെയർ എസ് ഗൗരിനന്ദന എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഡെപ്യൂട്ടി ലീഡർ ദേവന ഉമേഷ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക റീന ചാത്തമ്പള്ളി സ്വാഗതവും പി ടി മുഹ്സിന നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. വിഷു റംസാൻ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ് സെന്റർ കൂടുതൽ സെലക്ഷനോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആഘോഷവേളകൾ ഏതുമാവട്ടെ, മനസ്സിനും ശരീരത്തിനും കുളിരു പകരുന്ന പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ, കൂത്തുപറമ്പ്. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്ക, വെഡ്ഡിംഗ് ഗൗൺ, ചുരിദാർ മെറ്റീരിയലുകൾ, ട്രെൻഡിംഗ് ടോപ്പുകൾ, കിഡ്സ് വെയർസ് തുടങ്ങി ലോകോത്തര ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, ധോത്തി ബ്രാൻഡുകളായ LP, വാൻ ഹുസൈൻ, അലൻസോളി, ലിനൻ ക്ലബ്, റെയ്മണ്ട്, ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ്, രാംരാജ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ഫോൺ 8943111148. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു.
പന്ന്യന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലൈഫ് ആൻഡ് കെയർ ഡിസംബർ 15 മുതൽ 31 വരെ സംഘടിപ്പിക്കുന്ന പന്ന്യന്നൂർ മഹോത്സവത്തിന്റെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രദർശന മത്സരത്തിൽ KCK ചെമ്പാട് 1-നെതിരെ 2 സെറ്റുകൾക്ക് ടാസ്ക് മക്രേരിയെ പരാജയപ്പെടുത്തി. KP മോഹനൻ MLA വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ മഹോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് അതൊരു ഹരമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും പന്ന്യന്നൂർ മഹോത്സവം നടക്കുമ്പോൾ ഇവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഈ പന്ന്യന്നൂർ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു വോളിബോൾ ടൂർണമെൻറ്റ് ഞാനിപ്പോൾ കണ്ടത് ചെറിയ കുട്ടികളുടെ മത്സരമാണ്. അക്ഷരാർത്ഥത്തിൽ KCK ചെമ്പാടും അതുപോലെ തന്നെ ടാസ്ക് മക്രേരിയും KCK ചെമ്പാടും എന്ന് പറയുന്നത് ഒരുപാട് വർഷക്കാലത്തെ വോളിബോൾ രംഗത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 വോളിബോളിൻ്റെ 2 ടീമുകളാണ്. വലിയ സീനിയേഴ്സും അതുപോലെ തന്നെ ജൂനിയേഴ്സുമായിട്ടുള്ളത്. ഇപ്പോൾ ജൂനിയേഴ്സിൻ്റെ കളി കണ്ടപ്പോൾ തന്നെ വളരെ ഗംഭീരമായിട്ടാണ് അവർ കണ്ടത്. ഞങ്ങൾക്കൊക്കെ തന്നെ അതിലൊരു വലിയൊരു ആവേശവും ഉണ്ടായി. നന്നായി കളിച്ച കുട്ടികളെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുകയാണ്. ലൈഫ് ആൻഡ് കെയർ പ്രസിഡന്റ് AK സതീശൻ അധ്യക്ഷത വഹിച്ചു. പാനൂർ SI CC ലതീഷ് മുഖ്യാതിഥിയായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ, NP രാജൻ എന്നിവർ സംസാരിച്ചു. പന്ന്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ കളിക്കാരെ പരിചയപ്പെട്ടു. താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ടാസ്ക് മക്രേരി എന്ന ക്ലബ്ബ് വഹിച്ച പങ്ക് തീർച്ചയായിട്ടും നിർണായക പങ്ക്. കണ്ണൂർ ജില്ലയിലെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നായ KCK ചെമ്പാടിന്റെ താരങ്ങളുമായിട്ട് പരിചയപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ CK അശോകനും കൂടെ. സബ് കമ്മിറ്റി കൺവീനർ സത്യജിത് കുമാർ സ്വാഗതവും സബ് കമ്മിറ്റി ചെയർമാൻ KC വത്സൻ നന്ദിയും പറഞ്ഞു. വാർഡ് അംഗങ്ങളായ K മഞ്ജുഷ, KTK ശ്രീലത, സ്മിത സജിത, മുൻ വോളി താരം ശ്രീധരൻ വടകര, KK രാജീവൻ, N കുഞ്ഞുമൂസ, MK ഫൈസൽ എന്നിവരടക്കം നിരവധി പ്രമുഖർ സംബന്ധിച്ചു. പെരിങ്ങളം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ പുല്ലൂക്കര മുക്കിൽ പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. KM സുനലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ് മുഖ്യ പ്രഭാഷണം നടത്തി. രോഗികളൊക്കെ മരുന്ന് കിട്ടാതെ വിഷമിച്ചപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന സഹകരണ മന്ത്രിയായിരുന്ന ഇന്നത്തെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു അന്നത്തെ സഹകരണ മന്ത്രി. കാരണം മരുന്ന് മുതലാളിമാർ സമരമില്ലാത്ത കടകളടക്കം അടച്ചിട്ടുകൊണ്ട് സമരത്തെ പൊളിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് മരുന്ന് കിട്ടാത്തൊരവസ്ഥ വന്നത്. അന്ന് സഹകരണ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഇതിന് ബദലായി നീതി സ്റ്റോറുകൾ ആരംഭിക്കുക എന്നുള്ളത്. തീർച്ചയായും കേരളത്തിൽ നിന്ന് അത് പടർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു സംഭവമായി നമ്മുടെ നീതി സ്റ്റോർ മാറിയിരിക്കുകയാണ്. കൗൺസിലർമാരായ K ദാസൻ, KK സച്ചിനി, CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, സജീവൻ പുല്ലൂക്കര, രാജേഷ് കൊച്ചിയങ്ങാടി, രാമചന്ദ്രൻ ജ്യോത്സ്ന തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KK വിജയൻ മാസ്റ്റർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി TT പ്രസീത നന്ദിയും പറഞ്ഞു. മരുന്നുകൾ 10% മുതൽ 30% വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭിക്കും. വടക്കേ പൊയിലൂർ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രം കളിയാട്ടവും തിരു ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂത്തുപറമ്പ് ACP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളാണ് നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നത്. അപ്പോൾ മാറേണ്ട ഒന്നാണ്, കാലാനുസൃതമായി മാറുന്ന ഒന്നാണ് നമ്മുടെ സംസ്കാരം. അതെങ്ങനെ മാറുന്നുവെന്ന് ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങളെ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആധുനിക യുഗത്തിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീഴുന്നൊരു ചതിക്കുഴിയിൽ ഒന്നാണ് സൈബർ ഇടങ്ങൾ, സൈബർ യുഗം എന്ന് പറയുന്ന ഈ
കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം ചതിക്കപ്പെടാം, നമ്മളറിയാതെ നമ്മളെങ്ങനെ പടുകുഴിയിൽ വീഴാം എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം, നമുക്ക് ബോധം നശിക്കുമ്പോഴാണ് നമുക്ക് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം വരിക. വനങ്ങൾ നശിക്കുമ്പോൾ വനവൽക്കരണം, അതുപോലെ പല വൽക്കരണങ്ങളും നടന്നു പല വിപ്ലവങ്ങൾ, ധവള വിപ്ലവം, ഹരിത വിപ്ലവങ്ങൾ നടന്നതുപോലെ നമുക്ക് ഇനി വേണ്ടത് ബോധവൽക്കരണമാണ്. കാരണം നമ്മുടെ ബോധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധം മറയുമ്പോഴാണ് നമുക്ക് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം. നമ്മൾക്ക് സൈബർ ഇടങ്ങളെക്കുറിച്ചുള്ള ബോധം ഇല്ല, കുറവാണ്. അതുകൊണ്ടാണ് പല തട്ടിപ്പുകൾക്കും ഏറ്റവും കൂടുതൽ മലയാളികൾ, നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, വളരെ മുന്നിലാണ് എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് മലയാളികളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്തുണ്ടാവണം? പണമുണ്ടാക്കണം. പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലാണ് നമ്മുടെ മനുഷ്യനെന്ന്. സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ രംഗേഷ് കടവത്ത് പ്രഭാഷണം നടത്തി. ഞാനത്തെ പത്രത്തിൽ പണ്ട് ചൊക്ലിയിലുള്ള ഏതോ കല്യാണം കഴിച്ച പെൺകുട്ടീനെ കിണറ്റുന്ന പോലും കിട്ടിയത്. എങ്ങനെയോ വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊന്നതാണെന്നും കൊന്നതല്ലാത്തതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ നാട് ഓർക്കാട്ടേരിയാണ്. കുന്നുമ്മക്കരക്കടുത്ത് ഇന്നലെയാണ്, ഒരാഴ്ചയായിട്ടുണ്ടാവും, ഒരു പെൺകുട്ടി വീട്ടിൽ അവളുടെ ബെഡ്റൂമിൽ തൂങ്ങി മരിച്ചത് നിങ്ങളും ഞാനും അറിഞ്ഞിട്ടുണ്ടാവും. അവർ ചെയ്ത വികൃതിത്തരങ്ങളും എല്ലാ സാധനങ്ങളും CCTVയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛനും ഉമ്മയും ഇന്ന് ജയിലിലാണ്. ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർന്നു വരുന്നു. കേരളം മുഴുവൻ മുന്നേ ചർച്ച ചെയ്തൊരു കുട്ടിയുണ്ട്, പാമ്പ് കൊണ്ട് കൊത്തിച്ചു കൊന്ന ഉത്ര എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കേരളം വിചാരിച്ച ഇനി ഇങ്ങനെ ഒരു കുട്ടി മരിക്കില്ല. ഉത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ടു വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി, വളരെ ഉന്നത തലത്തിൽ ജീവിച്ച 100 പവനോളം കൊടുത്ത് കല്യാണം കഴിച്ച അയപ്പിച്ച കുട്ടിയാണ് വിസ്മയ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയൊന്നുമല്ല. പക്ഷെ അവളും ആരുടെയൊക്കെ പീഡനങ്ങൾ മൂലം വീട്ടിൽ ജീവൻ അവസാനിപ്പിച്ചു എന്നുള്ളത് നിങ്ങളെ ഒന്നൊക്കെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. പി രാജൻ അധ്യക്ഷനായി. സി ഗിരീഷ് സ്വാഗതം പറഞ്ഞു. വർഷങ്ങളായി പ്രദേശത്ത് പത്രവിതരണം നടത്തുന്ന BV ബാലനെ ചടങ്ങിൽ ആദരിച്ചു. ACP വിനോദ് കുമാർ ഷാലണിച്ചുകൊണ്ട് ബാലനെ ആദരിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രേരോത്ത്, വാർഡംഗം AK ഭാസ്കരൻ, ഒന്തത്ത് കുഞ്ഞിക്കണ്ണൻ, പവിത്രൻ പാതാളത്തിൽ, ക്ഷേത്രം പ്രസിഡന്റ് M സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവങ്ങാട് അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ പൂജ, പ്രസാദ ഊട്ട് എന്നിവ നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സമിതി പ്രസിഡന്റ് KM ധർമ്മപാലൻ, കൺവീനർ ഉമേഷ്, ജീർണോദ്ധാരണ കമ്മിറ്റി കൺവീനർ പ്രദീപൻ, പൊയിലി രമേശൻ എന്നിവർ സംസാരിച്ചു. കുളക്കാട്ട് ചന്ദ്രശേഖരൻ, ശ്രീനിവാസൻ, രാമദാസ് എന്നിവർ ഭജനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് അറിയാനോ പഠിക്കാനോ തയ്യാറാവാത്ത ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറും മുഖ്യമന്ത്രിയും അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്നും സതീശൻ. കൂത്തുപറമ്പിൽ കടന്നൽ കുത്തേറ്റ് സ്ത്രീ മരിച്ചത് തുക്കിലങ്ങാടി പുതുക്കുടി CM മാലതി. രാജ്യത്ത് വെറുപ്പ് പടർത്തി അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക ടിസ്ത സെൽവാദ്. KE ഗംഗാധരൻ സ്മാരക പുരസ്കാരം ടിസ്ത ഏറ്റുവാങ്ങി.
മുൻമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റുമായിരുന്ന PR കുറുപ്പിന്റെ 23ാം ചരമവാർഷികാചരണം ഡിസംബർ 18 മുതൽ ജനുവരി 17 വരെ. തിങ്കളാഴ്ച സ്മൃതിമണ്ഡപത്തിൽ പ്രമുഖ സോഷ്യലിസ്റ്റ് എബ്രഹാം മാനുവൽ ജ്യോതി തെളിയിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.